ലേറ്റസ്റ്റ് ഡാറ്റ നോക്കാൻ. ഓക്കെ, ഡാറ്റ ഓക്കെ, ഓഗസ്റ്റ് 2026 ഡാറ്റ. നാഷണൽ ഡ്വെല്ലിംഗ് വാല്യൂ ഇൻഡെക്സ് ആണ്, കോട്ടാലിറ്റി എന്നാണ്. കോട്ടാലിറ്റി മീൻസ് പഴയ കോർലോജിക്കിന്റെ പുതിയ പേരാണ് കോട്ടാലിറ്റി. അപ്പം ഇതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്ക്. 10 കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പൈസ കൂടി ഇവിടെ കുറയുന്നു, ഇവിടെ കൂടുന്നു, കുറയുന്നു. ഇതാണ് കോവിഡിന് ശേഷമുള്ള വലിയൊരു ഹൈക്ക്. വലിയ ഹൈക്ക് എന്ന് വെച്ചാൽ ഒരു മാസം 3.2% എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗ്രോത്ത് ആണ്. ഒരു മാസം, ഒരു കൊല്ലം നമുക്ക് 7% ഗ്രോത്ത് കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. ഒരു കൊല്ലം 7% ആവറേജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ 10 കൊല്ലം കൊണ്ട് ഇരട്ടിയാവും എന്ന് പറയാം. ഓക്കെ, ഒരു മാസം 3.2%, 2 മാസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് കിട്ടിയതർത്ഥം, നമുക്ക് വേണ്ട ഗ്രോത്ത് കിട്ടിയതർത്ഥം. അപ്പം ഇത് ഭയങ്കര ഗ്രോത്ത് ആണത്. അത് ആ ഒരു പോക്ക് ജൂലൈ 22 വരെ വന്നു. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ റേറ്റ് ഹൈക്സ് കമന്റ്സ് മെയ് 22 മുതൽ ഇങ്ങനെ റേറ്റ് ഹൈക്ക് നമ്മളന്ന് ചവിട്ടിയില്ലാണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം വീണ്ടും കൂടി തുടങ്ങി. കാരണം ഫണ്ടമെന്റലി വീടുകൾക്ക് പെട്ടെന്ന് ആവശ്യം വന്നു. ഓക്കെ, അപ്പൊ ആ വീടുകൾ കുറെ ഇമിഗ്രൻസ് വന്നു, 400-500 ഇമിഗ്രൻസ് പെർ ഇയർ വരികയാണെങ്കിൽ നമുക്ക് വീട് വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുട്ടിക്ക് വിശപ്പുണ്ടെന്ന ഭക്ഷണം ഗവൺമെന്റ് പറയുന്ന ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുമല്ലോ. അതുമാതിരിയാണ് പ്രശ്നം. വീടുകളുടെ ആവശ്യമുണ്ട്, ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ഇസ് സ്റ്റിൽ ദർ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയോണ്ട് പെട്ടെന്നൊന്നും സപ്ലൈ വരാണ്ട് കുറയില്ല. സപ്ലൈ വരികയാണ് വേണ്ടത്. ഡിമാൻഡ് ഉള്ളപ്പോൾ സപ്ലൈ കൂട്ടാണ്ടൊന്നും വില കുറയില്ല ഒരിക്കലും. തൽക്കാലത്തേക്ക് നമുക്ക് മേടിക്കാൻ പറ്റില്ല മാത്രം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ കുറെ നാളോട് വില കൂടി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊക്കെ സ്ലോ ഡൗൺ ആയി. പിന്നെ വീണ്ടും വില കൂടി. ഇപ്പോഴാണ് ഈ ഇറാൻ വാറും പിന്നെ ഫെഡറൽ ബഡ്ജറ്റ് ചേഞ്ചസ് വന്നതോടുകൂടി താഴേക്ക് പോയി തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഇതാണ് കറണ്ട് ഡാറ്റ. ആസ് ഓഫ് ജൂലൈ 31 ആണെങ്കിൽ സിഡ്നി കഴിഞ്ഞ മാസം 1.4% താഴേക്ക് പോയി. മെൽബൺ 1.2% താഴേക്ക് പോയി. ബ്രിസ്ബെയിൻ താഴേക്ക് പോയി. ഇപ്പോൾ 2-3 മാസമായിട്ട് ബ്രിസ്ബെയിൻ താഴേക്കാണ്. അഡലേഡ് 0.2 താഴേക്കാണ്. പെർത്ത്, ഹൊബാർട്ട് മാത്രമാണ്. ആൻഡ് ഡാർവിൻ. ഓക്കെ, ഡാർവിൻ ഈസ് ഡൂയിങ് സ്റ്റിൽ വെരി വെൽ. 0.8% is still very good in terms of number. Canberra also in negative terms, negative region. Month on month dwelling change values. Sydney നമ്മൾ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ. റീജിയണൽ NSW നോക്കാനി. റീജിയണൽ NSW -0.4, റീജിയണൽ വിക്ട് -0.3, റീജിയണൽ ക്യൂൻസിലൊക്കെ മൈനസ് തന്നെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ളത് റീജിയണൽ സൗത്ത് ഓസ്ട്രേലിയ, അതായത് അഡലേഡിന്റെ ചുറ്റുപറ്റുള്ള റീജിയണൽ ടൗൺസും പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ടൗൺസും ടാസ്മാനിയ ടൗൺസും. ബാക്കിയെല്ലാം താഴേക്ക് തന്നെയാണ്. ഇത് വേറെ ഇത് പ്രോപ്പ് ട്രാക്കിന്റെയാണ്. ഇവരുടെയും കണക്കുകൾ എപ്പോഴും വ്യത്യാസം വരാം. ഓക്കെ, രണ്ടുപേരുടെ ഡാറ്റയല്ലേ ഒരിക്കലും മാറില്ല. അല്ലല്ല, ഒരാൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ ചിലപ്പോൾ യൂണിറ്റ് അപ്പാർട്ട്മെന്റും കൂട്ടുമായിരിക്കും. ഒരാൾ കണക്ക് അങ്ങനെ ഓരോന്നിലും. അപ്പോൾ ഇവരുടെ കൂടി നോക്കണം നല്ല. എപ്പോഴും 2-3 പേരുടെ സോഴ്സ് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതിലൊരു ആവറേജ് നമ്മുടെ മനസ്സിലൊരു ഇൻട്യൂഷൻ കിട്ടും. അങ്ങനെ അവരും പറയുന്നത് കറക്റ്റാണ്, ഇവരും പറയുന്നത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇതാണെന്നുള്ളത്. അപ്പൊ അവരുടെ കണക്ക് സിഡ്നി -0.6 ആണ് മന്ത്ലി ഗ്രോത്ത്. റെസ്റ്റ് ഓഫ് NSW -1 ആണ്. മെൽബൺ -0.4 ആണ്. ബ്രിസ്ബെയിൻ -0.3. റെസ്റ്റ് ഓഫ് വിക്ടോറിയ അവർക്ക് കുറവാട്ടോ, -0.1 താഴേക്ക് പോയിട്ടുള്ളൂ. അഡലേഡ് -0.5, പെർത്ത് -0.2, എല്ലാം മൈനസ് ആണ്. ഇവിടേക്ക് ഹൊബാർട്ട് അടക്കം മൈനസ് കാണിക്കുന്നതിൽ. ഡാർവിൻ പോസിറ്റീവ് ആണ്, 0.1. ACT -0.5. ഓക്കെ, അത് ഡിഫറെന്റ് സോഴ്സസ് എടുത്ത് നോക്കണം എപ്പോഴും നല്ലതാണ്. ഒരു കോർലോജിക്കിൽ അല്ലെങ്കിൽ കോട്ടാലിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. പലപ്പോഴും അത് ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരാം. ഡാറ്റയാണെന്നുകൊണ്ട് കാര്യമില്ല, ഓരോരുത്തരുടെ ഡാറ്റ കളക്ഷൻ മെത്തേഡും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഡ്വെല്ലിംഗ് വാല്യൂസ് ഇത് കോട്ടാലിറ്റി തന്നെയാണ്. കമ്മിങ് ബാക്ക് ടു കോട്ടാലിറ്റി, റോളിംഗ് ക്വാർട്ടർലി ചേഞ്ച് കണ്ട. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ഡൗൺ. പെർത്ത് കാണുന്നത്, ബ്രിസ്ബെയിൻ താഴേക്ക് പോകുന്നത്. അതായത് ഇവിടെ ഇപ്പോഴും ഗ്രോത്ത് ആണ്. അതായത് ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇതാണ് 0. ഓക്കെ, 0% അല്ലെങ്കിൽ 0. ഈ 0ന്റെ മേലെയുള്ള ഗ്രോത്ത് തന്നെയാണ്. ഇത് ഇവിടുന്ന് താഴേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും. ഓക്കെ, അതാണ് നവംബർ 2020 മുതൽ പീക്ക്. അവിടെ മുതൽ ഗ്രോത്തിന്റെ റേറ്റ് കുറവാണ്, അത്രേ ഉള്ളൂ. ഗ്രോത്ത് ഉണ്ട്. 7% ഗ്രോത്ത് ഉള്ളത് 5% ഗ്രോത്തായി, 3% ഗ്രോത്തായി, 1% ഗ്രോത്തായി, ഇപ്പൊ മൈനസിലേക്ക് പോയി. ഓക്കെ, നമ്മള് മൈനസിലേക്ക് പോയത് എപ്പോഴാണ്? ജനുവരി 2026 മുതൽ താഴേക്ക് പോയിട്ടുള്ളൂ. അതായത് മൈനസിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അതിനു മുമ്പ് താഴേക്ക് വന്നിരുന്നു. മൈനസ് ആയത് ആക്ച്വലി ജനുവരി 2026 മുതലാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ മെൽബൺ എന്നാ പറയണം കേട്ടോ. പല ആൾക്കാരുണ്ട് ഇവിടുന്ന്, സിഡ്നിന്നും ഇവിടുന്ന് ആൾക്കാരുണ്ട്. ACT ഈസ് -2.1,
ഇതിലെല്ലാത്തും നോക്കിയാൽ മനസ്സിലാവും ട്രെൻഡ് താഴേക്ക് തന്നെയാണെന്നുള്ളത്. ഓക്കെ, എക്സെപ്റ്റ് ഹോബാർട്ട് മാത്രം ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഒരുവിധം ട്രെൻഡ് താഴേക്ക് തന്നെയാണ്. പക്ഷെ നോക്കണം, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇപ്പൊ ഏതിനാ? ഡാർവിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത്. ഡാർവിൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാർവിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത്, പിന്നെ ഹൊബാർട്ട്, പിന്നെ അഡലേഡ്, പിന്നെ പെർത്ത്, പിന്നെ ബ്രിസ്ബെയിൻ. ഓക്കെ, ഇതിൽ ഇനി നോക്കുകയാണെങ്കിൽ ടിയർ ബൈ ടിയർ ആയിട്ട്, അതായത് ലോവർ ക്വാർട്ടൈൽ, മിഡിൽ ആൻഡ് അപ്പർ ക്വാർട്ടൈൽ. ഓക്കെ, ഇതിൽ ചേഞ്ച് ഇൻ ഡ്വെല്ലിംഗ് വാല്യൂസ് ബൈ ടിയർ നോക്കുകയാണെങ്കിൽ സിഡ്നിയിൽ ലോവർ ടിയർ 1.4% കുറഞ്ഞിട്ടുള്ളൂ. മെൽബണിലാണെങ്കിൽ 1.2. ഇവിടെ ബ്രിസ്ബെയിനിൽ ലോവർ ക്വാർട്ടൈൽ ഇപ്പോഴും പോസിറ്റീവിലാണ്. അപ്പോൾ നമ്മൾ വീട് പിടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് മൈനസിലേക്ക് പോയി, ഇപ്പം ഇനി മേടിക്കേണ്ടെന്നുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ബഡ്ജറ്റ് 600-700 ഉള്ളെങ്കിൽ നമ്മുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിലേ ചെയ്തിട്ട് കാര്യമില്ല. എസ്പെഷ്യലി ഹൊബാർട്ട് കണ്ട, ഹൊബാർട്ട് ലോവർ ക്വാർട്ടൈൽ 2.6%, ഡാർവിനിലെ ലോവർ ക്വാർട്ടൈൽ 4% കയറി ഇൻ 3 months ടൈം. അപ്പോൾ നമ്മൾ ഹൊബാർട്ട് താഴേക്ക് പോകാൻ മുന്നായിട്ട് കാര്യമില്ല. ഓരോത്തിന്റെയും പ്രൈസിന്റെ ഇത് നോക്കണം. അതായത് ഇതാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ. ബ്രിസ്ബെയിനിൽ കണ്ട ടോപ്പ് ക്വാർട്ടൈൽ താഴേക്ക് -1.2 ഉള്ളപ്പോൾ ലോവർ ക്വാർട്ടൈൽ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പക്ഷെ അതേസമയം നാഷണൽ ടി വിയിലോ അല്ലെങ്കിൽ ചാനൽ 7, ചാനൽ 9 ആണെങ്കിൽ ബ്രിസ്ബെയിൻ പ്രോപ്പർട്ടി പ്രൈസ് ആർ ഗോയിങ് ഡൗൺ എന്ന് പറയുള്ളൂ. ആ ഒരു സാധനം കേട്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ ഈ ലോവർ ക്വാർട്ടൈലിലെ പ്രോപ്പർട്ടിയാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ നഷ്ടമാവും. ഓക്കെ, ഇതാണ് ലോവർ ക്വാർട്ടൈൽ. അഡലേഡ് കണ്ട ഇപ്പോഴും ഹൈയിലാണ്, പെർത്തിലും ഇപ്പോഴും ഹൈയിലാണ്. ലിസ്റ്റിങ്സ് ഇതൊക്കെ കമ്പയർ ടു ആവറേജ് ലിസ്റ്റിങ്സിനെ കമ്പയർ എപ്പോഴും കുറവാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ കൊല്ലത്താണ് 2025 പിങ്കിൽ കാണുന്നത്, ബ്ലാക്കിൽ കാണുന്നതാണ് ഇക്കൊല്ലത്തെ ലിസ്റ്റിങ്സ്. ന്യൂ ലിസ്റ്റിങ്സ്, അതായത് വീട് വിൽക്കാൻ തീരുമാനിച്ച ആൾക്കാരുടെ ഇപ്പൊ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. പഴയ ലിസ്റ്റിങ്സും വീട് മാർക്കറ്റിൽ ഉള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അത് കൂടി വരുന്നുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ബയേഴ്സ് ആരും ഇല്ലാതെ, ബയേഴ്സ് ആരും മേടിക്കുന്നില്ല, അതുകൊണ്ട് ലിസ്റ്റിങ്സ് കൂടി വരുന്നുണ്ട്. അതായത് കെട്ടിക്കിടക്കുന്ന ലിസ്റ്റുകളാണ്. അതാണ് നമ്പർ ഓഫ് ടോട്ടൽ ലിസ്റ്റിങ്സ് ഉണ്ട്, അത് കൂടി വരും. കാരണം ബയേഴ്സ് കുറവാണ്.